തീർച്ചയായും നിലമ്പൂർ ആവേശത്തിലേക്ക് തന്നെ അവിടെ LDFിൻ്റെ കൺവെൻഷൻ അല്പസമയത്തിനകം CPM പോളിറ്റ് ബ്യൂറോ അംഗം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വലിയ ജനനിബിഡമായ സാന്നിധ്യത്തിൽ തന്നെയാണ്, ജനങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് LDFിൻ്റെ കൺവെൻഷൻ തുടങ്ങാൻ പോകുന്നത്. വേദിയിലേക്ക് നേതാക്കന്മാർ എത്തുന്നതിന് മുമ്പ് തന്നെ സദസ്സ് നിറയുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ ആവേശത്തോടു കൂടിയാണ് അവിടുത്തെ ജനത. പ്രത്യേകിച്ചും LDFിൻ്റെ പിണറായി സർക്കാരിൻ്റെ വികസനം അത് തൊട്ടറിഞ്ഞ ഒരു ജനത എന്ന നിലയിൽ മാത്രമല്ല, സ്വരാജ് എന്ന തങ്ങളുടെ ജന്മനാട്ടിലെ സ്ഥാനാർത്ഥിയെ തന്നെ തങ്ങൾക്ക് ലഭിച്ചതിലുള്ള വലിയ സന്തോഷം, ആഹ്ലാദം, ആവേശമൊക്കെയാണ് അവർ പങ്കുവെക്കുന്നത്. അങ്ങനെ ആപാലവൃദ്ധം ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സ്വീകരിക്കുന്നു. എതിർപക്ഷത്ത് UDF ആകട്ടെ പല വിധത്തിലുമുള്ള അന്തസങ്കോചങ്ങളിൽ ആടിയുലയുന്നു, ആന്തരിക വൈരുദ്ധ്യങ്ങളിൽ ആടിയുലയുന്നു. PV അൻവർ വീണ്ടും മത്സരിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ല എന്നും ഈ തെരഞ്ഞെടുപ്പിന് നിദാനമായത് അൻവറായിരുന്നു. ആ അൻവർ തന്നെ UDFുമായി ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. പക്ഷേ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ UDFുമായും കോൺഗ്രസുമായും ഇടയുന്നു അൻവർ എന്നുള്ളതാണ്. അത് മാത്രമല്ല, PV അൻവർ മത്സരിക്കുമെന്നും VD സതീശനെതിരെ ആഞ്ഞടിച്ച് വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും അൻവറിൻ്റെ വാർത്താസമ്മേളനം നടന്നത്. മാത്രമല്ല, അൻവർ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ല എന്നും ലീഗിനടക്കം ആര്യാടൻ ഷൗക്കത്തിനോട് വിയോജിപ്പുണ്ട് എന്നും പരസ്യമായി വ്യക്തമാക്കുകയാണ് PV അൻവർ. അങ്ങനെയുള്ളൊരു ഘട്ടമാണ് UDFിനെ കോൺഗ്രസിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് കോൺഗ്രസിനേറ്റ ആഘാതം എന്നത് UDFിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ സജീവ നേതാവ് ഏറ്റവും ഒടുവിൽ മലപ്പുറം കൺവെൻഷനിൽ വരെ, ജോസഫ് ഗ്രൂപ്പിൻ്റെ മലപ്പുറം കൺവെൻഷനിൽ വരെ നേതൃനിരയിൽ മുമ്പിലുണ്ടായിരുന്ന ഒരു നേതാവിനെയാണ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ നേതാവിനെയാണ് BJP താമര ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത്. അത് മാത്രമല്ല, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അംഗത്വം പോലും അദ്ദേഹം രാജിവെച്ചിട്ടില്ല. എന്നിരിക്കെയാണ് താമര ചിഹ്നത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നേരത്തെ കോൺഗ്രസിൻ്റെ DCC സെക്രട്ടറി DCCയുടെ ഭാരവാഹിയായ ബീന ജോസഫിനെയായിരുന്നു BJP മത്സരിപ്പിക്കാനായി ഉദ്ദേശിച്ചിരുന്നെന്ന വാർത്ത സജീവമായിരുന്നു. അങ്ങനെ MT രമേശുമായുള്ള കൂടിക്കാഴ്ച പരസ്യമായി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ബീന. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് വളരെ ഭയന്നിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴിതാ UDFിൻ്റെ ഘടകകക്ഷി നേതാവിനെ തന്നെ BJP സ്ഥാനാർത്ഥിയാക്കുന്നു. ഇത് കോൺഗ്രസും BJPയുമായുള്ള അന്തർധാരയുടെ ഒരു തെളിവ് കൂടിയാണ് എന്ന ആരോപണവും നിലമ്പൂരിൽ ശക്തമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് വലിയ മേൽക്കൈയോടുകൂടി LDFിൻ്റെ പ്രചാരണം ചൂടുപിടിക്കുന്നത്, മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ നിർണായക നാന്ദി എന്ന അർത്ഥത്തിൽ തന്നെയാണ് കോടതിപ്പടിയിലെ ഈ LDFിൻ്റെ കൺവെൻഷനെ കാണേണ്ടത്. കൺവെൻഷൻ അല്പസമയത്തിനകം മുഖ്യമന്ത്രി CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇതാ നേതാക്കന്മാരൊക്കെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ആ കൺവെൻഷനിലേക്ക് പോകാനാകുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കൺവെൻഷൻ തുടങ്ങാറായി. കൺവെൻഷൻ 3:30-ക്കാണ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ അതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ വേദി നിറയുന്ന, സദസ്സ് നിറയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. വലിയ ആവേശത്തോടു കൂടിയാണ് നിലമ്പൂരിലെ ജനത അവിടേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മോടൊപ്പം ശരത് ചന്ദ്രൻ കൂടി ചേരുകയാണ്, എക്സിക്യൂട്ടീവ് എഡിറ്റർ ഞങ്ങളുടെ. ശരത് ചന്ദ്രൻ, വലിയ ആവേശമാണ്. ആ ആവേശത്തെ പറിച്ചു നടന്നതിന് മുമ്പ് അവിടേക്കെത്തിയപ്പോൾ ആ മത്സര രംഗത്ത് കണ്ട കാര്യങ്ങളെ താങ്കളുടേതായ കാര്യങ്ങളെ ഒന്ന് പങ്കുവച്ചിട്ട് നമുക്ക് മറ്റു രാഷ്ട്രീയത്തിലേക്ക് എത്താം. അജിംഷാദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂരിലെ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്ന, നിലമ്പൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടക്കുന്ന കോടതിപ്പടിയിലെ ഈ വളരെ പ്രധാനപ്പെട്ട വേദിയിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനപ്പുറം ഒരു കേരള രാഷ്ട്രീയത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അത്രമേൽ ശക്തമായ രാഷ്ട്രീയ ആവേശം വിതറിക്കൊണ്ടാണ് നിലമ്പൂർ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്സംശയം പറയാവുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ആ നിലയിലേക്ക് നിലമ്പൂർ മാറിയത് CPIM നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി M സ്വരാജിനെ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് നിലമ്പൂരിൻ്റെ ചിത്രം ആകെ മാറിയത്. വളരെ വ്യക്തമായ നിലയിൽ തന്നെ, വലിയ ശക്തമായ നിലയിൽ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ മെല്ലെ ഗിയറുമാറി ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയാവേശത്തിലേക്ക് മണ്ഡലങ്ങൾ മാറുന്നതൊക്കെ നമ്മൾ എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട്, അതായത് LDF തിരുവനന്തപുരത്ത് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ മാറുന്ന ഒരു നിലമ്പൂരിനെയാണ് കണ്ടത്.
മറുഭാഗത്ത് അതിവേഗം വളരെ മുന്നേ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന രാഷ്ട്രീയ അവകാശവാദം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും നാൾക്കുനാൾ പ്രതിസന്ധികൾ ഏറുന്നതാണ് കാണുന്നത്. അതിൽ വ്യക്തതയോടെ നിലപാടുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന വലിയ പ്രശ്നം ആ മുന്നണിയും നേരിടുകയാണ്. അതിൽ ഓരോ ദിവസവും UDF-നെ കൂടുതൽ ദുർബലമാക്കുന്ന പ്രശ്നങ്ങൾ വരുന്നു. UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു PV അൻവർ നിലമ്പൂരിൽ എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ ആദ്യം പറഞ്ഞതൊന്നുമല്ല, അതിനുമപ്പുറം ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഇന്നിപ്പോൾ PV അൻവർ ഇന്നും ഉന്നയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുന്നണിയിൽ ഒരു യോജിച്ച നിലപാട് മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഇടയിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാര്യത്തിലില്ല എന്നുള്ളത് UDF തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വിഷയത്തിലും അതുതന്നെയാണ് കാണുന്നത്. മറുഭാഗത്ത് LDF ആകട്ടെ വ്യക്തമായ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. സ്ഥാനാർത്ഥിത്വം വളരെ പ്രധാനപ്പെട്ട ഘടകമാകുന്നു. അതിലൂടെ തന്നെ ശക്തമായ നിലപാടുകൾ കേരള വികസനത്തെ സംബന്ധിച്ച് നിലമ്പൂരിൽ LDF തുടരും, നിലമ്പൂർ വളരും എന്നുള്ളതാണ് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി വരുന്നത്. നോക്കൂ അജിംഷാദ്, ഈ കാണുന്ന വിധത്തിലേക്ക് മുഖ്യമന്ത്രി വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെയാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്. ഇങ്ങനെ അതിശക്തമായി മാറുന്ന ഒരു നിലമ്പൂരിനെയാണ് നമ്മൾ കാണുന്നത്. ആ നിലമ്പൂരിൻ്റെ ആവേശം ഇവരുടെയൊക്കെ കൈകളിൽ നമ്മൾക്ക് കാണുകയും ചെയ്യാം. കാരണം മുഖ്യമന്ത്രി 4 മണിക്ക് ശേഷം മാത്രമേ വരികയുള്ളൂ. പക്ഷേ ഇപ്പോൾ തന്നെ വളരെ ആവേശത്തോടെ മാറുന്നു. എങ്ങനെയുണ്ട് നിലമ്പൂര്? ഞങ്ങൾക്ക് നിലമ്പൂരുകാർക്ക് 5ാമത്തെ പ്രാവശ്യം ഞങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ പോവാണ്. അതിൻ്റെ ആവേശം. സഖാവ് കുഞ്ഞാലി 65-ലും 67-ലും മത്സരിച്ചു. അതിനുശേഷം ദേവദാസ് പൊറ്റേക്കാട് മത്സരിച്ചു. അതിനുശേഷം ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് കിട്ടിയ മുത്താൽ ഈ മുത്താൽ പോരെ. സ്വരാജ് ഫാനാണോ? എന്താ സ്വരാജിനെ ഇഷ്ടം? എന്തുകൊണ്ടാ? പാവങ്ങളെ സഹായിക്കുക. ആണോ? വീട്ടിലൊക്കെ സംസാരിക്കാറുണ്ടോ സ്വരാജിനെ കുറിച്ച്? സ്വരാജിന്റെ പ്രസംഗമൊക്കെ കേൾക്കാറുണ്ടോ? വീഡിയോ ഒക്കെ കാണാറുണ്ടോ? ടിവിയിൽ കാണലുണ്ട്. മോന്റെ പേരെന്താ? അക്ഷത്. നിലമ്പൂരിന്റെ ഒരു മാറ്റത്തിനും വേണ്ടി PV അൻവർ കാരണം വൈവച്ച ഒരു ഉപതെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇതിന്റെ മുഖ്യ കാരണക്കാരൻ PV അൻവറാണ്. ഇതൊരു മാറ്റത്തിന് PV അൻവറിന്റെ അവസാന അതൊക്കെ എന്തേലും ആവട്ടെ. സ്വരാജ് വന്നതോടെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം എന്തായി, കളർ എന്തായി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞങ്ങളൊക്കെ വേറെ നാട്ടിൽ നിന്ന് വരുന്നവരാണല്ലോ. അപ്പൊ നിലമ്പൂര് ജയിച്ചു. 23-ാം തീയതി വോട്ടെടുമ്പോൾ കാണാം. നല്ല നിലപാടുള്ള ഒരു നായകനാണ്. കേട്ടില്ല. നിലപാടുള്ള ഒരു നായകനാണ്. നിലപാടോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അയാൾ നിലപാടുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ. പിന്നെ അതേപോലെ ഞങ്ങളെ നാട്ടുകാരനാണ്. ഞങ്ങൾക്ക് എന്നും ഞങ്ങളെ നാട്ടുകാരനെ കിട്ടണം. എല്ലാരും നാട്ടുകാരാണ്. എല്ലാരും. പക്ഷെ ഇയാള് അവിടെ UDF സ്ഥാനാർത്ഥി നാട്ടുകാരനാണ്. തൃപ്പൂണിത്തുറയുള്ള ആളല്ലേ. അപ്പൊ അയാൾ ഇങ്ങോട്ട് വന്ന് ഞങ്ങളടുത്ത് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കണ്ട സ്വരാജിൽ നിന്ന് സ്വരാജിനെ പോലുള്ളവർ നിയമസഭയിലേക്ക് പോകണം, നാടിന്റെ ലീഡേഴ്സായി മാറണം എന്ന് നിലമ്പൂര് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നിയമസഭയിൽ വരണം എന്നാണ് ഞങ്ങളൊക്കെ. സ്ത്രീകളുടെ ഇടയിലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു പൾസ് എന്താണ്? സ്ത്രീകളുടെ ഇടയിൽ നല്ല ആരവം തന്നെയാണ് എല്ലാവർക്കും. 99 100 ഞങ്ങൾ 99 100 23-ാം തീയതി. ഇപ്പോഴത്തെ 99 തന്നെയാ നിലമ്പൂര് ഇപ്പോഴത്തെ 99 തന്നെയാ. കേക്കട്ടെ, നിങ്ങളുടെയൊക്കെ അഭിപ്രായം കേക്കട്ടെ. കാര്യങ്ങൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളാണ് കേൾക്കേണ്ടത്. ഇവിടെ 100% ജയിച്ചു കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇത്രയും നല്ല സ്ഥാനാർത്ഥി ഇതിന് മുന്നേ വന്നിട്ടില്ല. സ്ഥാനാർത്ഥി ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. നമുക്ക് കിട്ടിയത് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിനെ കിട്ടിയിരിക്കുന്നത് M സ്വരാജ്. നാട്ടുകാരനായത് കൊണ്ടല്ല, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വരാജ്. സ്വീകരണം വളരെ നന്ദി. വളരെ ജനങ്ങളെ വെറുതെ ഒരു സ്വീകരണം, അടിപൊളി. ഇത്രയും നല്ല സ്വീകരണം കണ്ടിട്ടില്ല. ഇവിടെ സ്വരാജ് ജയിച്ചു കിടക്കാണ്. ഇനി ഒന്നും നോക്കാനില്ല. ഇനി വമ്പ ഭൂരിപക്ഷത്തിൽ സ്വരാജ് ജയിച്ചടക്കാണ്. ഒരു സംശയമല്ല ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. നിലപാടുകൂടി രാജകുമാരൻ M സ്വരാജ് നിയമസഭയിൽ എത്തണമെന്നാണ് ആഗ്രഹം.
തീർച്ചയായും ശരത്ചന്ദ്രൻ ആ എം സ്വരാജ് ആവേശത്തിൽ വൻ മൈക്ക് ഭൂരിപക്ഷത്തിൽ കിട്ടില്ല ഇവിടുന്ന് തിരിച്ച്. ജയിച്ചു കാരണം അവർ അത്രയേറെ ആവേശത്തിലാണ്. പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജ് വൻ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് ജയിച്ചു പോരുന്നതാണ്.